കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഫൈനാൻഷ്യൽ ഡാറ്റ 3 മാർക്സ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇന്ന് നമുക്ക് 6 മാർക്ക് ക്വസ്റ്റ്യൻസും 10 മാർക്ക് ക്വസ്റ്റ്യൻസും നോക്കാം. ഫസ്റ്റ് 6 മാർക്കിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ലിസ്റ്റ് ഔട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിസർവ് ആൻഡ് പ്രൊവിഷൻ. റിസർവും പ്രൊവിഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? നേച്ചർ വൈസ് ആണെങ്കിൽ റിസർവ് ആണെങ്കിൽ പാർട്ട് ഓഫ് ദ കമ്പനീസ് പ്രോഫിറ്റ് ദാറ്റ് ഈസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഡിവിഡൻഡ് ബട്ട് കെപ്റ്റ് അസൈഡ് ഫോർ സ്പെസിഫിക് പർപ്പസ്. And provision ആണെങ്കിൽ all amounts set aside from profit to meet a future liability or loss that is probable but uncertain as to amount timing. ഇനി റിസർവിൻ്റെ പർപ്പസ് ടു സ്ട്രെങ്തൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ കമ്പനി ടു മീറ്റ് ഫ്യൂച്ചർ കോണ്ടിജൻസീസ് ഓർ ഫണ്ട് എക്സ്പാൻഷൻ പ്ലാൻ. പ്രൊവിഷൻ്റെ ആണെങ്കിൽ ടു കവർ പൊട്ടൻഷ്യൽ ലോസസ് ഓർ എക്സ്പെൻസസ് ദാറ്റ് മേ അറൈസ് ഇൻ ദ ഫ്യൂച്ചർ. Reserve is created by transferring a portion of the profit to the reserve account, and provision is created by charging an expense into income statement, reducing the net income. Reserve is not a liability, it is a part of owner's equity, and provision is a potential liability that may or may not materialize. Reserve generally not tax deductible, and provisionally may be tax deductible if the actual loss or expense occur. ഇനി റിസർവിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ജനറൽ റിസർവ്, ക്യാപിറ്റൽ റിസർവ്, ഡിവിഡൻഡ് ഇക്വലൈസേഷൻ റിസർവ് ഒക്കെ വരും. ആൻഡ് പ്രൊവിഷൻസിനാണെങ്കിൽ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. ഇത് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റിസർവിൻ്റെയും പ്രൊവിഷൻ്റെയും ചെറിയൊരു പാരഗ്രാഫ് എഴുതിയതിന് ശേഷം ഈ ഡിഫറൻസും എഴുതാം. What do you mean by accounting principle? Briefly explain the basic accounting principle. Accounting principles are fundamental rules and guidelines that a company follow when preparing and presenting their financial statement. These principles ensure consistency, comparability, and transparency in financial reporting. അതിൽ പ്രിൻസിപ്പിൾ വരുന്നതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ. അതിൽ അസറ്റ് ഷുഡ് ബി റെക്കോർഡ് അറ്റ് ദെയർ ഒറിജിനൽ പർച്ചേസ് പ്രൈസ് ആണ്. റവന്യൂ റെക്കഗ്നേഷനിലാണെങ്കിൽ റവന്യൂ ഏൺ ചെയ്യുന്നതും റിഗാർഡ്ലെസ് വെൻ ഇറ്റ് ഈസ് ക്യാഷ് ഈസ് റിസർവ്ഡ്. മാച്ചിങ് പ്രിൻസിപ്പിൾ ആണെങ്കിൽ എക്സ്പെൻസ് ഷുഡ് ബി മാച്ച് വിത്ത് റവന്യൂ ബൈ ഹെൽപ്പ് ജനറേറ്റ്. അക്രൂവൽ പ്രിൻസിപ്പിൾ ആണെങ്കിൽ ട്രാൻസാക്ഷൻ ഷുഡ് ബി റെക്കോർഡഡ് വെൻ ദേ ഒക്കർ റാദർ ദാൻ വെൻ ക്യാഷ് ഈസ് എക്സ്ചേഞ്ച്. ഗോയിങ് കൺസേൺ പ്രിൻസിപ്പിൾ. ദിസ് പ്രിൻസിപ്പിൾ അസ്യൂം ദാറ്റ് ദ ബിസിനസ് വിൽ കണ്ടിന്യൂ ടു ഓപ്പറേറ്റ് indefinitely. Consistency principle. Once a company adopts an accounting method, it should be consistently applied in the future period. Materiality principle. Only significant financial information should be disclosed. Full disclosure principle. All relevant financial information should be disclosed in the financial statement. അടുത്ത റൈറ്റ് എ ഡീറ്റെയിൽ നോട്ട് ഓൺ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്. കോസ്റ്റ് വോളിയം പ്രോഫിറ്റിനെ CVP എന്നും പറയാം. അതെന്താണ്? ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ടൂൾ യൂസ് ടു അണ്ടർസ്റ്റാൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ്, വോളിയം ആൻഡ് പ്രോഫിറ്റ്. അതിൽ പേര് പോലെ തന്നെ അതിൻ്റെ റിലേഷൻ കാണിക്കുന്ന ടൂളാണിത്. ഇറ്റ് ഹെൽപ്പ് ബിസിനസ് ടു മേക്ക് ഇൻഫോം ഡിസിഷൻ അബൌട്ട് പ്രൈസിങ്, പ്രൊഡക്ഷൻ ലെവൽ ആൻഡ് സെയിൽസ് മിക്സ്. ഇനി അതിൽ ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, കോൺട്രിബ്യൂഷൻ മാർജിൻ, ബ്രേക്ക് ഇവൻ പോയിൻ്റ് ഒക്കെ അതിൽ വരും. ഫിക്സഡ് കോസ്റ്റ് ആണെങ്കിൽ മാറ്റം വരാത്ത കോസ്റ്റ്, അതായത് റെൻറ്റ്, സാലറി, ഇൻഷുറൻസ് ഒക്കെ നമുക്ക് ഒരേപോലെ അടയ്ക്കേണ്ടി വരും. വേരിയബിൾ കോസ്റ്റ് ആണെങ്കിൽ അത് പ്രൊഡക്ഷൻ്റെ അല്ലെങ്കിൽ സെയിൽസിനെ ബേസ് ചെയ്ത് ചേഞ്ച് ആവുന്നത്. മെറ്റീരിയൽ വാങ്ങുന്നത് അല്ലെങ്കിൽ ലേബർ, സെയിൽസ് കമ്മീഷൻ ഇതൊക്കെ വ്യത്യാസപ്പെടാം. കോൺട്രിബ്യൂഷൻ മാർജിൻ ആണെങ്കിൽ ഡിഫറൻറ്റ് ബിറ്റ്വീൻ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. ഇറ്റ് റെപ്രസെൻറ്റ് ദ എമൗണ്ട് അവൈലബിൾ ടു കവർ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് കോൺട്രിബ്യൂട്ട് ടു പ്രോഫിറ്റ്. ഈ ബ്രേക്ക് ഇവൻ പോയിൻ്റ് എന്താണ്? ദ പോയിന്റ് അറ്റ് വിച്ച് ടോട്ടൽ റവന്യൂ ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് റിസൾട്ടിങ് ഇൻ സീറോ പ്രോഫിറ്റ് ഓർ ലോസ്. ഇത് ബ്രേക്ക് ഇവൻ പോയിന്റ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കി വയ്ക്കുക. അടുത്തത് വാട്ട് ഈസ് കോമൺ സൈസ് ബാലൻസ് ഷീറ്റ്? ലിസ്റ്റ് ഔട്ട് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് അനാലിസിസ്. It is a financial statement in which each item is expressed as a percentage of total asset or total liability. It helps in comparing financial statement of different companies or different periods within a same company. This type of analysis allows stakeholders to assess the financial structure and performance trend effectively. അതിൻ്റെ അഡ്വാൻറ്റേജസ് വരുന്നത് കമ്പാരബിലിറ്റി, ട്രെൻഡ് അനാലിസിസ്, സിംപ്ലിഫൈഡ് ഇൻറ്റർപ്രിറ്റേഷൻ, ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്. ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻ വരുന്നത് ഡസ് നോട്ട് കൺസിഡർ ഇൻഫ്ലേഷൻ, ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ് ബെഞ്ച് മാർക്ക്, നോ ഫോക്കസ് ഓൺ അബ്സല്യൂട്ട് വാല്യൂ, ഇഗ്നോർ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ്.
What are the objective or functions of accounting? Accounting in the objectives and functions. Accounting is a systematic process of recording, summarizing, analyzing, interpreting financial transactions. It serves as a backbone of financial management in any organization. The primary objective of accounting are ഏതൊക്കെയാണ്? Recording transaction, determining profit or loss, assessing financial position, facilitating decision making, compliance with law, assisting in taxation, providing information to stakeholders. ഇതൊക്കെയാണ് അതിൽ വരുന്നത്. റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തമ്മിലുള്ള വ്യത്യാസം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ, അതായത് അവരുടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് മനസ്സിലാക്കാനാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉപയോഗിക്കുന്നത്. ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ ഒരു സ്പെസിഫിക് ഡേറ്റിൽ അവരുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ അല്ലെങ്കിൽ പൊസിഷൻ അറിയാൻ. പ്രോഫിറ്റ് ആൻഡ് ലോസ് കവർ എ പെർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരീഡ്, അതായത് മന്ത്ലി, ക്വാർട്ടർലി, ഇയർലി. എന്നാൽ ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ ഒരു ടൈം, അതായത് കൂടുതൽ നമ്മൾ ഇയർ എൻഡിങ്ങിലാണ് യൂസ് ചെയ്യുന്നത്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എന്തൊക്കെയാണ് വരിക? റവന്യൂ, എക്സ്പെൻസ്, നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഒക്കെ വരും. ബാലൻസ് ഷീറ്റിലാണെങ്കിലോ അസറ്റ്, ലയബിലിറ്റീസ്, ഇക്വിറ്റിയാണ് വരിക. Profit and losses focus on operational efficiency and profitability, and balance sheet focus on financial stability and liquidity. Profit and loss account cover nominal accounts such as income and expenses, and balance sheet cover personal accounts such as assets and liabilities. Define depreciation. State two different method of depreciation and its merits and demerits. Depreciation എന്താണെന്നും അതിൻ്റെ രണ്ട് മെത്തേഡ്, ഡിമിനിഷിങ്ങും സ്ട്രേറ്റ് ലൈൻ മെത്തേഡും, അതാണ് അവിടെ എഴുതേണ്ടത്. അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും. Prepare a format or perform of cash flow from operating activity using both direct and indirect method. Direct മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡിലെ ക്യാഷ് ഫ്ലോസ് എഴുതുക. ക്യാഷ് ഫ്ലോ ഉണ്ട് ഡയറക്റ്റ് മെത്തേഡ് 118 പേജ് നമ്പർ. അതിലൊരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 126 ഇൻഡയറക്റ്റ് മെത്തേഡും അതിൻ്റെ ഫോർമാറ്റും കൊടുത്തിട്ടുണ്ട്. 10 മാർക്സിന് വരാൻ സാധ്യതയുള്ള തിയറി ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ട്രയൽ ബാലൻസ്? വാട്ട് ആർ ദ മെത്തേഡ് ഓഫ് പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്? ലിസ്റ്റ് ഔട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രയൽ ബാലൻസ് ആൻഡ് ബാലൻസ് ഷീറ്റ്. ട്രയൽ ബാലൻസ് എന്താണെന്നും അതിൻ്റെ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ്, അതുപോലെ അതിൻ്റെ ട്രയൽ ബാലൻസും ബാലൻസ് ഷീറ്റും തമ്മിലുള്ള ഡിഫറൻസ്. The trial balance is a statement that lists the ledger account with their debit or credit balances. It is prepared periodically to verify the arithmetical accuracy of the ledger posting. In other words, it ensures that the total of the debit balance is equal to total of the credit balance. Methods: totaling method and balance method. And totaling, each ledger account is totaled individually. The totals are then transferred into the trial balance with the debit balance with the debit column and credit balance in the credit column. Total of both columns are calculated and compared to ensure equality. In balance method, balance of each ledger account is calculated. Balance are directly transferred to the trial balance with the debit balance in the debit column and credit balance in the credit column. The total of both columns are calculated compared to ensure equality. അതിൻ്റെ ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. ട്രയൽ ബാലൻസും ബാലൻസ് ഷീറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ട്രയൽ ബാലൻസിൻ്റെ പർപ്പസ് എന്താണ്? ടു വെരിഫൈ ദ അരിത്തമാറ്റിക്കൽ ആക്യുറസി ഓഫ് ദ ലെഡ്ജർ പോസ്റ്റിംഗ്. ബാലൻസ് ഷീറ്റിൻ്റെ പർപ്പസ് ആണെങ്കിൽ ടു പ്രസൻറ്റ് എ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ് അറ്റ് എ സ്പെസിഫിക് പോയിന്റ് ഇൻ ടൈം. ട്രയൽ ബാലൻസ് പറഞ്ഞാൽ ഒരു വർക്ക് ഷീറ്റാണ്, എന്നാൽ ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ട്രയൽ ബാലൻസ് പ്രിപ്പയർഡ് പീരിയോഡിക്കലി ആൻഡ് ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു അത് അക്കൗണ്ടിങ് പീരീഡിൻ്റെ ഇയർ എൻഡിങ്ങിലാണ്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് പീരീഡിൻ്റെ അവസാനമാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്. ട്രയൽ ബാലൻസിൽ എന്തൊക്കെ വരും? ലെഡ്ജർ അക്കൗണ്ട്, റിയലോ നോമിനലോ പേഴ്സണോ എല്ലാം വരും. എന്നാൽ ബാലൻസ് ഷീറ്റിലാണെങ്കിൽ ഉള്ളിൽ റിയൽ അക്കൗണ്ട്, അതായത് അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റലൊക്കെ വരുള്ളൂ. ട്രയൽ ബാലൻസിന് നോ സ്പെസിഫിക് ഓർഡർ ആൻഡ് ബാലൻസ് ഷീറ്റിന് പ്രോപ്പറായിട്ടുള്ളൊരു ഓർഡർ ഉണ്ട്, അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ എന്നുള്ളത്. ട്രയൽ ബാലൻസിൻ്റെ ടോട്ടൽ ഡെബിറ്റ് ബാലൻസ് ഷുഡ് ബി ഈക്വൽ ടു ടോട്ടൽ ക്രെഡിറ്റ് ബാലൻസ്. ടോട്ടൽ അസറ്റ് ഷുഡ് ബി ഈക്വൽ ടു ലയബിലിറ്റീസ് ഇൻ ബാലൻസ് ഷീറ്റ്. ഇതാണ് ഇതിൽ വരുന്നത്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതണം, 10 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട്. ഡിഫൈൻ അക്കൗണ്ടിങ്, എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ദ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. ഇതിൻ്റെ ഡെഫിനേഷനും അതിൻ്റെ പ്രിൻസിപ്പിൾസും എഴുതാം. Accounting is the art of recording, classifying, summarizing in a significant manner in terms of money, transaction and events which are in part at least a financial character and interpreting the result thereof. അത് ഇതിൻ്റെ ഡെഫിനേഷൻ അക്കോർഡിംഗ് ടു അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ AICPAയുടെ ഡെഫിനേഷനാണിത്.
അതിൻ്റെ കൺസെപ്റ്റ് പ്രിൻസിപ്പിൾ വരുന്നത് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് വരും, മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്, കോസ്റ്റ് കൺസെപ്റ്റ്, ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്, റിയലൈസേഷൻ കൺസെപ്റ്റ്, മാച്ചിങ് കൺസെപ്റ്റ്. അക്കൗണ്ടിങ് കൺവെൻഷനിൽ വരുന്നത് കൺവെൻഷൻ ഓഫ് ഫുൾ ഓഫ് ഡിസ്ക്ലോഷർ, കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി, കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം, കൺവെൻഷൻ മെറ്റീരിയലിറ്റി, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇനി പ്രോബ്ലം ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത് ജസ്റ്റ് പറഞ്ഞു പോവാം. ഫസ്റ്റ് വൺ വരാൻ സാധ്യതയുള്ളത് മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻ ജേർണൽ, ലെഡ്ജറും ട്രയൽ ബാലൻസ്, പിന്നെ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ പ്രോബ്ലം, ഡയറക്റ്റും ഇൻഡയറക്റ്റ് മെത്തേഡ്. ഇതാണ് 10 മാർക്കിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. അതിൽ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് നിർബന്ധമായിട്ടും നോക്കി വയ്ക്കുക, നന്നായി പഠിച്ചു വയ്ക്കുക. അതുപോലെ ജേർണൽ ചെയ്യാനും ലെഡ്ജറും ട്രയൽ ബാലൻസും. ഇനി അക്കൗണ്ടിങ് ഇക്വേഷൻ 6 മാർക്സിന് ചോദിക്കാം, ജേർണലൈസിങ് ചോദിക്കാം, ക്യാഷ് ഫ്ലോ, റേഷ്യോ, ട്രയൽ ബാലൻസ്, ലെഡ്ജർ, ഡിപ്രീസിയേഷൻ 2 മെത്തേഡിൻ്റെയും ചോദിക്കാം. ഇതൊക്കെയാണ് പ്രോബ്ലം സൈഡിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. ഓൾമോസ്റ്റ് നമ്മളെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. എല്ലാം ഒന്ന് നോക്കി വയ്ക്കുക.